Dear students, third module next topic is rooted tree. A tree in which one vertex is distinguished from all others is called a rooted tree. അപ്പോൾ റൂട്ടഡ് ട്രീ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ രണ്ട് പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. അതായത് ഒരു ട്രീയിൽ ഒരു വെർട്ടെക്സിനെ, അതായത് റൂട്ടിനെ മറ്റ് വെർട്ടെക്സിൽ നിന്നെല്ലാം ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് നിർത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ റൂട്ടഡ് ട്രീ എന്ന് പറയുന്നത്. റൂട്ടഡ് ട്രീയിൽ റൂട്ട് വെർട്ടെക്സിനെ സാധാരണ നമ്മൾ ട്രയാങ്കിളിനകത്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഒരു ട്രീ അതിനകത്ത് റൂട്ടിനെ ബാക്കിയുള്ളതിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് നിർത്തുന്നു. ഇത്രയേ ഉള്ളൂ റൂട്ടഡ് ട്രീക്ക്. എ ട്രീ ഇൻ വിച്ച് വൺ വെർട്ടെക്സ് ഈസ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം ഓൾ അതേഴ്സ് ഈസ് കോൾഡ് എ റൂട്ടഡ് ട്രീ. റൂട്ടഡ് ട്രീയിൽ റൂട്ട് വെർട്ടെക്സിനെ എപ്പോഴും, റൂട്ട് എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലത്തെ വെർട്ടെക്സ്, അതിനെ എപ്പോഴും നമ്മൾ എന്തായിരിക്കും ഒരു ട്രയാങ്കിളിനകത്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ 4 വെർട്ടെക്സ് ഉള്ള 4 പോസിബിൾ റൂട്ടഡ് ട്രീ കാണിച്ചേക്കുവാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ കണ്ടോ 1 2 3 4, ഇവിടെയും 1 2 3 4, ഇവിടെയും 1 2 3 4, 1 2 3 4. ഇവിടെ എല്ലാം റൂട്ട് വെർട്ടെക്സിനെ നമ്മൾ ഒരു ട്രയാങ്കിളിനകത്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് മാത്രമേ റൂട്ടഡ് വെർട്ടെക്സിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളൂ. നെക്സ്റ്റ് ആണ് ബൈനറി ട്രീ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. They are a special class of rooted tree where the root vertex is of degree 2 and all remaining vertices are of degree either 1 or 3. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സ് മാത്രം പഠിക്കുക. എന്താണ് ബൈനറി ട്രീ? ഇറ്റ്സ് എ ക്ലാസ് ഓഫ് എന്താണ് റൂട്ടഡ് ട്രീ. റൂട്ടഡ് ട്രീയുടെ ഒരു ക്ലാസ്സാണ്. ഇവിടെ 3 വെർട്ടെക്സ് ഉണ്ട്. ഒന്നാണ് റൂട്ട് വെർട്ടെക്സ്. എന്താണ് റൂട്ട് വെർട്ടെക്സ്? ഈ റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും 2 ആയിരിക്കും. റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും 2 ആയിരിക്കും. ആൾ അതർ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എയ്തർ 1 അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ ബൈനറി ട്രീ ഈസ് എ ക്ലാസ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് ഓഫ് റൂട്ടഡ് ട്രീ ഇൻ വിച്ച് ദ റൂട്ട് വെർട്ടെക്സ് ഈസ് ഓൾവേസ് ഓഫ് ഡിഗ്രി 2 ആൻഡ് ദ റിമൈനിങ് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ ഒരു റൂട്ടഡ് ട്രീ വരച്ച് കാണിച്ചല്ലോ. ഇപ്പോൾ റൂട്ടഡ് ട്രീ വരച്ചായിരുന്നല്ലോ. ഓക്കെ, റൂട്ടഡ് ട്രീയുടെ കേസിൽ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ബൈനറി ട്രീ വരുമ്പം എപ്പോഴും റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും 2 ആയിരിക്കും. ബാക്കി വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഏതാ? പെൻഡൻറ്റ് വെർട്ടെക്സ് വരാം, ഈ ഇൻറ്റേർണലായിട്ട് വരുന്ന വെർട്ടെക്സുകൾ വരാം. അതിൻ്റെ എല്ലാം ഡിഗ്രി 1 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പം ബൈനറി ട്രീയിൽ വരുന്ന ടൈപ്പ് ഓഫ് വെർട്ടെക്സ് ആണ് ഒന്ന് റൂട്ട് വെർട്ടെക്സ്. റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും 2 ആയിരിക്കും. ഇനി ബൈനറി ട്രീയിൽ എന്ത് വരാം? പെൻഡൻറ്റ് വെർട്ടെക്സ് വരാം. നിങ്ങൾക്കറിയാം പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. ഇനി നടുക്ക് വരുന്ന ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും 3 ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ പെൻഡൻറ്റ് വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ബൈനറി ട്രീ ആർ എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് റൂട്ടഡ് ട്രീ ഇൻ വിച്ച് the root vertex is of degree 2 and all other vertices are of degree either 1 or 3. 3 ടൈപ്പ് വെർട്ടെക്സ് ആണുള്ളത് ബൈനറി ട്രീയിൽ. ഒന്ന് റൂട്ട് വെർട്ടെക്സ്, അതിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. പെൻഡൻറ്റ് വെർട്ടെക്സ് അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. ഇൻറ്റേർണൽ വെർട്ടെക്സ് അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും 3 ആയിരിക്കും. ഓക്കെ, ഇനി ലെവൽസ് ഓഫ് എ ബൈനറി ട്രീ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരു പടം വെച്ച് പറഞ്ഞുതരാം. ലെവൽസ് ഓഫ് എ ബൈനറി ട്രീ. ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതുകൊണ്ട് ഇവിടെ ഒരു പടം തന്നിട്ടുണ്ട്. ഇതൊരു ബൈനറി ട്രീ ആണ്. കാര്യം എന്താ? ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ എന്താ? റൂട്ടിൻ്റെ ഡിഗ്രി 2. ഇത് റൂട്ടിൻ്റെ ഡിഗ്രി 2 അല്ലേ? ഇവിടെ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി നോക്കിയേ 1 അല്ലേ? ആന്ന് കണ്ടോ, അതിൻ്റെ ഡിഗ്രി 1 ആണ്. ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി നോക്കിക്കേ 3 ആണോ എന്നാ നോക്കി. ഇതൊരു ഇൻറ്റേർണൽ വെർട്ടെക്സാണ്. അതിൻ്റെ ഡിഗ്രി കണ്ടോ 1 2 3 ആണ്. ഇത് ഇൻറ്റേർണൽ വെർട്ടെക്സ്, അതിൻ്റെ ഡിഗ്രി 1 2 3 ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ബൈനറി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബൈനറി ട്രീയിൽ ലെവൽ എന്താണെന്ന് വെച്ചാൽ ഒരു വെർട്ടെക്സ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു വെർട്ടെക്സ്, അതിനെ നമ്മൾ ലെവൽ VI എന്ന് പറയണമെങ്കിൽ ആ വെർട്ടെക്സും റൂട്ട് വെർട്ടെക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഈ വെർട്ടെക്സിൻ്റെ ആദ്യം ഒരു പറയാം. അതെ, ഈ വെർട്ടെക്സിൻ്റെ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പേര് VI എന്നാന്ന് വെച്ചോ. ഈ വെർട്ടെക്സിൻ്റെ ലെവൽ അറിയണമെങ്കിൽ ഈ വെർട്ടെക്സും റൂട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ എത്രയാണ്? ഡിസ്റ്റൻസ് മീൻസ് എത്ര എഡ്ജ് ഉണ്ടെന്ന്, എത്ര ഉണ്ട്? 1. അതുകൊണ്ടാണ് ഇതിനെ ലെവൽ 1 എന്നിട്ടേക്കുന്നത്. ലെവൽ 0 എന്ന് വരാൻ കാര്യം എന്താ? ആ വെർട്ടെക്സിന് റൂട്ടുമായിട്ട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയേ. ഈ വെർട്ടെക്സും ഈ റൂട്ടോടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1. അതുകൊണ്ടാണ് ഇത് ലെവൽ 1 വന്നത്. ഇതിൻ്റെ നോക്കിക്കേ 1 2, അതുകൊണ്ടാണ് ഇത് 2 വന്നത്. ഇത് നോക്കിക്കേ 1 2 3 കണ്ടോ. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിക്കേ. ഓക്കെ, ഈ വെർട്ടെക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1. അതുകൊണ്ടാണ് ഇത് ലെവൽ 1 വന്നത്. ഇത് നോക്കിക്കേ, ഈ വെർട്ടെക്സ് നോക്കി, ഇത് ലെവൽ 2 വരാൻ കാര്യം എന്താ? ഇത് 1 ഇത് 1, അപ്പോൾ മൊത്തം 2 കണ്ടോ, 1 2. അതുകൊണ്ട് ഇത് 2 വന്നത്. ഇനി നിങ്ങൾ കണ്ട് ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഈ വെർട്ടെക്സിൻ്റെ ലെവൽ നിങ്ങൾ പറഞ്ഞേ.
ഈ വെർട്ടെക്സും ഈ റൂട്ടോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. 1 2 3 കണ്ടോ, 1 2 3. അതുകൊണ്ടാണ് ഇത് 3ൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിൻ്റെ നോക്കിക്കേ, ഇതിൻ്റെ 1 2 3 4. അതുകൊണ്ടാണിത് 4ൽ വന്നത് കണ്ടോ. അപ്പോൾ ഒരു വെർട്ടെക്സിൻ്റെ ലെവൽ എങ്ങനെയാണ് പറയുന്നത്? ആ വെർട്ടെക്സും റൂട്ട് വെർട്ടെക്സുമായിട്ടുള്ള നമ്പർ ഓഫ് എഡ്ജസ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ലെവൽ പറയുന്നത്. ഇനി നിങ്ങൾ ഈ definition നോക്കിയേ. In a binary tree, a vertex vi is said to be at level li if vi is at a distance of li from the root. ഒരു വെർട്ടെക്സ് vi ഒരു ലെവൽ LIയിലാണെന്ന് പറയണമെങ്കിൽ ആ വെർട്ടെക്സ് vi ആ റൂട്ടിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഈ പടം നോക്കിയാൽ എല്ലാം നമ്മൾ പടം വെച്ച് പഠിച്ചാൽ മതി. ഓരോ ലെവലിലും എത്ര വെർട്ടെക്സ് മാക്സിമം വരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, 0th ലെവലിൽ എത്ര വെർട്ടെക്സ് വന്നു? ഇത് ലെവൽ, ഇത് വെർട്ടെക്സ്. 0th ലെവൽ എത്ര വെർട്ടെക്സ് വന്നു? 1. ഫസ്റ്റ് ലെവൽ എത്ര വെർട്ടെക്സ് വന്നു? 2. സെക്കൻഡ് ലെവൽ എത്ര വെർട്ടെക്സ് വന്നു? 4. കണ്ടോ, ദാറ്റ് ഈസ് 2k നമ്പർ ഓഫ് വെർട്ടിസസ് ആയിരിക്കും ഓരോ ലെവലുള്ളത്. k എന്ന് വെച്ചാൽ എന്താ? ലെവൽ. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ലെവലിൽ 0th ലെവലിൽ 0th ലെവലിൽ 2k, ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു 1. കണ്ടോ, ഒരെണ്ണം. അടുത്ത് നമുക്ക് ഫസ്റ്റ് ലെവലിൽ നോക്കാം. 2k, ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു 2. കണ്ടോ, ഫസ്റ്റ് ലെവലിൽ 2 എണ്ണം. ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഫിഗറിൽ നോക്കിക്കേ, ഈ ലെവൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലെവൽ. അപ്പോൾ 2 ഈ ലെവൽ എത്രയാണ്? 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 4. അത് മാക്സിമം ആണേ. മാക്സിമം 4 എണ്ണം വരെ വരാം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്പർ എത്ര എണ്ണം വരെ വരാം? 4 എണ്ണം വരെ വരാം. അതിൽ കൂടുതലാവില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഹെൻസ് ദ മാക്സിമം നമ്പർ ഓഫ് വേർട്ടിസസ് പോസിബിൾ ഇൻ എ k ലെവൽ ബൈനറി ട്രീ. ഒരു k ലെവൽ ബൈനറി ട്രീ, k എന്ന് വെച്ചാൽ ലെവൽ, kയുടെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പം ഒരു ബൈനറി ട്രീയിൽ ഓരോ ലെവലിലും എത്ര മാക്സിമം നമ്പർ ഓഫ് വേർട്ടിസസ് എത്ര പോസിബിൾ ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 2k, വെയർ k ഈസ് ദ ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബൈനറി ട്രീയുടെ ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. എങ്ങനെയാണ്? ഓരോ വെർട്ടെക്സിൻ്റെ ലെവൽ എങ്ങനെ കണ്ടുപിടിച്ചത്? ആ വെർട്ടെക്സും റൂട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ഓരോ ലെവലിലും എത്ര മാക്സിമം നമ്പർ ഓഫ് വേർട്ടിസസ് എങ്ങനെ വരുന്നത് കണ്ടുപിടിച്ചു? 2k, വെയർ k ഈസ് ദ ലെവൽ. ഇപ്പം സെക്കൻഡ് ലെവലിൽ എത്ര മാക്സിമം നമ്പർ ഓഫ് വേർട്ടിസസ് വരാമെന്ന് വെച്ചാൽ 2k, ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു 4. മാക്സിമം 4 വേർട്ടിസസേ വരാൻ പാടുള്ളൂ. ഓക്കെ, അത് രണ്ടും കഴിഞ്ഞു. ഇനി ഹൈറ്റ് ഓഫ് എ ബൈനറി ട്രീ, അതായത് ഒരു ബൈനറി ട്രീക്ക് മാക്സിമം എത്ര ഹൈറ്റ് വരാം, ഒരു ബൈനറി ട്രീക്ക് മിനിമം എത്ര ഹൈറ്റ് വരാം. ഇത് നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റൂ. മിനിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ log n+1 to the base 2 minus 1 മാക്സിമം n-1/2. n ഈസ് എ നമ്പർ ഓഫ് വേർട്ടിസസ്. ഓക്കെ, അപ്പം the maximum number of levels or height possible in a n vertex binary tree is minimum height എത്രയാണ്? log n+1 to the base -1 and maximum height is n-1/2. ഒരു എക്സാമ്പിളോട് നോക്കാം. നമുക്കൊരു ബൈനറി ട്രീ തരികയാണ് വേറെ n ഈസ് ഈക്വൽ ടു 11. അതായത് 11 വേർട്ടിസസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഹൈറ്റിലും മിനിമം ഹൈറ്റിലും ഉള്ള ബൈനറി ട്രീ വരയ്ക്കാൻ ചോദിക്കും. കഴിഞ്ഞ അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, കഴിഞ്ഞ പരീക്ഷയുടെ. ഓക്കെ, അപ്പം n ഈസ് ഈക്വൽ ടു 11, അത് 11 വെർട്ടെക്സ് നിങ്ങൾക്ക് തരികയാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം ഹൈറ്റിലും മിനിമം ഹൈറ്റിലും ഉള്ള ബൈനറി ട്രീ വരയ്ക്കണം. മാക്സിമത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? n-1/2. എൻ്റെ വാല്യൂ എന്താ? 11 -1/2 10/2 5. കണ്ടോ, അപ്പം മാക്സിമം എത്ര വരെ വരയ്ക്കാം? 5 ലെവൽ വരെ വരയ്ക്കാം. കണ്ടോ, 0 1 2 3 4 5. എത്ര വെർട്ടെക്സ് ഉണ്ടോ നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. ഇവിടെ എത്ര വെർട്ടെക്സ് ഉണ്ടോ എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11. കണ്ടോ, 11 വെർട്ടെക്സ് വെച്ച് 5 ലെവലായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. അത് ബൈനറി ട്രീ ആകുമ്പോൾ റൂട്ട് വെർട്ടെക്സിന് ഇവിടെ എല്ലാ കണ്ടീഷൻസും വരുന്നുണ്ട്. റൂട്ട് വെർട്ടെക്സിന് ഡിഗ്രി 2 ആണ്, പെൻഡൻ വെർട്ടെക്സിന് എല്ലാം ഡിഗ്രി 1 ആണ്, ഇൻറ്റേർണൽ വെർട്ടെക്സിന് എല്ലാം ഡിഗ്രി 3 ആണ്. നിങ്ങൾ അങ്ങനെ വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇനി മിനിമം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? log n+1 to the base 2 minus 1. എൻ്റെ വാല്യൂ 11. അപ്പോൾ 11 + 1 12. log 12 minus 1 to the base 2 minus 1 നമുക്ക് 3 കിട്ടും. കണ്ടോ, അപ്പോൾ 3 ലെവൽ വരയ്ക്കുക. 0 1 2 3. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ വട്ടം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽ കണ്ടുപിടിക്കാൻ പഠിച്ചു, എത്ര നമ്പർ ഓഫ് വെർട്ടെക്സ് ഓരോ ലെവലിലും വരുമെന്ന് പഠിച്ചു, ഹൈറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഓക്കെ,
ഇനി ബൈനറി ട്രീയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഡേറ്റാ സ്ട്രക്ചറിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബൈനറി സെർച്ച് ആണ് അല്ലേ, ഓരോ ലെവലിലും വന്നിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി സെർച്ചാണ് മെയിൻലി ആപ്ലിക്കേഷൻ ഓഫ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഇനി പാത്ത് ലെങ്ത് ഓഫ് എ ബൈനറി ട്രീ, നിങ്ങൾക്ക് ഒരു ബൈനറി ട്രീ തന്നിട്ട് അതിൻ്റെ പാത്ത് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. എളുപ്പമാണ് പാത്ത് ലെങ്ത് കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സിനും നിങ്ങൾ ഇവിടെ പെൻഡൻറ്റ് വെർട്ടെക്സ് കണ്ടുപിടിക്കുക. പെൻഡൻറ്റ് വെർട്ടെക്സ് റൂട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ വരത്തുള്ളൂ ഇത്. ഇവിടെ എത്ര പെൻഡൻറ്റ് വെച്ചിട്ടുണ്ട്? 1 2 3, വലിയ പാടാണല്ലോ. ഇവിടെ എത്ര പെൻഡൻറ്റ് വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 6 അല്ലേ. അപ്പോൾ ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? റൂട്ടുമായിട്ടുള്ള 1 2 3 3 പ്ലസ് ഈ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ 1 2 3 തന്നെയാണ് 3 പ്ലസ് ഈ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ 1 2 3 3 പ്ലസ് ഇതിൻ്റെയോ 1 2 3 അതും 3 പ്ലസ് ഇതിൻ്റെയോ 1 2 പ്ലസ് 2 പ്ലസ് ഇവൻ്റെയോ 1 2 പ്ലസ് 2 3 3 6 3 9 10 11 12 13 14 15 16 കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ബൈനറി ട്രീയുടെ പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുന്നത്? ദ പാത്ത് ലെങ്ത് ഓഫ് എ ട്രീ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദ പാത്ത് ലെങ്ത് ഓഫ് ദ പെൻഡൻറ്റ് വെർട്ടിസസ് ഫ്രം ദ റൂട്ട്. പെൻഡൻറ്റ് വെർട്ടിസസിൻ്റെ ഡിസ്റ്റൻസ് എവിടം വരെയുള്ള? റൂട്ടിൽ വരെയുള്ള. ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സിനും റൂട്ട് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് എന്ത്? പാത്ത് ലെങ്ത് ഓഫ് എ ബൈനറി ട്രീ. പാത്ത് ലെങ്ത് ഓഫ് എ ബൈനറി ട്രീ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സിനും റൂട്ട് വരെയുള്ള ഡിസ്റ്റൻസ്, പെൻഡൻറ്റ് വെർട്ടെക്സിന് റൂട്ട് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റൂട്ടഡ് ട്രീ പഠിച്ചു, ബൈനറി ട്രീ പഠിച്ചു, പിന്നെ എങ്ങനെയാണ് പിന്നെ ലെവല് പഠിച്ചു, ഓരോ ലെവലിലുള്ള വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു, ദെൻ അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് പഠിച്ചു, പാത്ത് ലെങ്ത് ഇപ്പം പഠിച്ചു. ഇതാണ് പാത്ത് ലെങ്ത്. ഇനി അടുത്തെയാണ് ഇതിൻ്റെ പാത്ത് ലെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെത് ഉണ്ടേ, ഇതിൻ്റെത് 1 ആണ്, കാര്യം വേണ്ടോ ഒറ്റ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതിൻ്റെയോ 1 2, ഇതിൻ്റെയോ 1 2 3. ഇത് ഓരോ വെർട്ടെക്സിൻ്റെയും ആ എഡ്ജസ് ഇനി നോക്കിയാൽ മതി, ആ റൂട്ട് വരെയുള്ള. ഇതുണ്ട് 1 2 3 4, ഇവിടെ 1 2 3 4 5. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? 5 എങ്ങനെ ആഡ് ചെയ്യുന്നത്? 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? പാത്ത് ലെങ്ത് ഓഫ് എ ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സിന് ശ്രദ്ധിച്ചോണം, പെൻഡൻറ്റ് വെർട്ടെക്സിന് റൂട്ട് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ എന്താണ് വെയ്റ്റഡ് പാത്ത് ലെങ്ത്? ഒന്നുമില്ല, നമ്മളിപ്പോൾ പെൻഡൻറ്റ് വെർട്ടെക്സിന് റൂട്ട് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് ആഡ് ചെയ്തില്ലേ, അതിൻ്റെ കൂടെ ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സിനും ഒരു വെയിറ്റ് കൂടെ അവർ അസോസിയേറ്റ് ചെയ്ത് തരും. അതുകൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ രണ്ട് ഈ ഒരു ബൈനറി ട്രീ, അതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ കണ്ടോ, ഓരോ വെർട്ടെക്സിനും ഒരു വെയിറ്റ് തന്നിട്ടുണ്ട് കണ്ടോ. ഇത് ചുമ്മാ ഒരു വെയിറ്റ് തന്നേക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഇടാം, അല്ലെങ്കിൽ അവർ തരും. ഫോർ എക്സാമ്പിൾ ഈ വെർട്ടെക്സിൻ്റെ വെയിറ്റ് 2 ആണ്, ഈ വെർട്ടെക്സിൻ്റെ വെയിറ്റ് 5 ആണ്, ഈ വെർട്ടെക്സിൻ്റെ വെയിറ്റ് 0 ആണ്, അവർ തന്നേക്കുവാണ്. അപ്പം ഈ ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെയും ഡിസ്റ്റൻസ് ടു ദ റൂട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു വെർട്ടെക്സ്, ഈ വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 1 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 2 മനസ്സിലാവുന്നുണ്ടോ? പ്ലസ് ഇവിടെ 1 ഇൻറ്റു 2 അങ്ങ് എഴുതിയിട്ടില്ലേ? ഇത് ഇതിൻ്റെ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇവിടുത്തെയാണ് എഴുതാൻ പോകുന്നത്, ഇതിൻ്റെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതാ 2 ഇൻറ്റു 1 പ്ലസ്, അതായത് 2 എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് അത് അവർ തരും. എന്നിട്ട് നമ്മളെ ഡിസ്റ്റൻസ് ഈ പെൻഡൻറ്റ് വെർട്ടെക്സിനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1. പെൻഡൻറ്റ് വെർട്ടെക്സ് എടുക്കാവേ, പ്ലസ് ഇത് പെൻഡൻറ്റ് വെർട്ടെക്സ് അല്ലേ, അതിൻ്റെ വെയിറ്റ് എത്രയാണ് തന്നേക്കുന്നത്? 5 ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 1ഉം 2. രണ്ടെണ്ണം ക്രോസ് ചെയ്താലല്ലേ നമുക്ക് റൂട്ട് വെർട്ടെക്സ് എത്താൻ പറ്റുമോ? അപ്പോൾ 2 പ്ലസ് ഇതിൻ്റെ എത്രയാണ്? 0 ഇൻറ്റു 1 2 3. ദെൻ അടുത്തയോ ഇവിടെ അതിൻ്റെ കൂടെ ഉണ്ടേ, ഇവിടെ 1 ഇൻറ്റു 1 2 3 4 പ്ലസ് 1 ഇൻറ്റു ഇവിടെ എത്ര? 1 2 3 4 5 എന്നിട്ട് ഇവരെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ഗ്രാഫിൻ്റെ നോക്കിക്കേ, 2
2 ഇൻറ്റു ഈ ഗ്രാഫിൽ ഈ പെനൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് 1 2 3 1 2 3 കണ്ടോ അതാണ് 3 ഇൻറ്റു 2 എന്ന് എഴുതിയേക്കുന്നത് 2 എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് ഈ പാത്താണെന്ത് പാത്ത് ഡിസ്റ്റൻസ് ആണ് ഈ 3 എന്ന് പറയുന്നത് ഇതെല്ലാം വെയിറ്റ് ആണ് ഈ രണ്ടാമത് കൊടുത്തേക്കുന്ന എല്ലാം വെയിറ്റ് ആണ് ഈ തന്നേക്കുന്ന ഈ 2 5 3 1 7 5 എല്ലാം എന്താണ് വെയിറ്റ് ആണ് അപ്പോൾ വെയിറ്റഡ് പാത്ത് ലെങ്തിനകത്ത് അവർ വെയിറ്റ് തരും നമുക്ക് നമ്മൾ അതേ ഇൻറ്റു ആ പെൻഡൻറ്റ് വെർട്ടെക്സിന് റൂട്ട് വരെയുള്ള ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും വെയിറ്റഡ് പാത്ത് ലെങ്ത് വെറും പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ പെൻഡൻറ്റ് വെർട്ടെക്സിന് റൂട്ട് വരെയുള്ള ഡിസ്റ്റൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ വെയിറ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും വെയിറ്റഡ് പാത്ത് ലെങ്ത് വരും ഓക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഇതൊരു പ്രോബ്ലമാണ് ഒരു തിയറമാണിത് ദ നമ്പർ ഓഫ് വേർട്ടീസസ് n ഇൻ എ ബൈനറി ട്രീ ഈസ് ഓൾവേസ് ഓഡ് ഒരു ബൈനറി ട്രീയിൽ വെർട്ടിസസുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും ഓടായിരിക്കും നിങ്ങൾ ഇതാണ്ട് ഈ ഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കിയേ വെർട്ടിസിൻ്റെ എണ്ണം ഒന്ന് എടുത്ത് നോക്കിയേ നിങ്ങൾ 1 2 3 4 5 6 7 8 9 10 11 കണ്ടോ ഓടാണ് ഇവിടെ എടുത്ത് നോക്കിയേ 1 2 3 4 5 6 7 8 9 10 11 എന്താണ് ഓടാണ് വേണ്ട നമുക്ക് അടുത്ത വേറൊരു ഗ്രാഫ് എടുത്ത് നോക്കാം ഇവിടെ നിന്ന് എടുത്ത് നോക്കാം വെർട്ടിസിൻ്റെ എണ്ണം എടുത്ത് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 കണ്ടോ അപ്പോൾ എപ്പോഴായാലും ഒരു ബൈനറി ട്രീയിൽ വെർട്ടിസസുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും ഓടായിരിക്കും അതെന്താ കാര്യം നമുക്കത് പ്രൂഫ് ചെയ്യാൻ പോകണം ഒരു ബൈനറി ട്രീയിൽ റൂട്ട് നോഡിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും 2 ആയിരിക്കും നമുക്കറിയാം ബൈനറി ട്രീയിൽ റൂട്ട് നോഡിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും 2 ആയിരിക്കും മൊത്തം n വെർട്ടെക്സ് ഉള്ളതിൽ റൂട്ട് നോഡിൻ്റെ ഡിഗ്രി എന്തായാലും 2 ആണ് ബാക്കി എത്ര ഉണ്ട് n-1 മൊത്തം n ഉണ്ട് അതിൽ ഒരെണ്ണം അങ്ങ് പോയില്ലേ ബാക്കി n-1ൻ്റെ ഡിഗ്രി എന്തായിരിക്കും ഓടായിരിക്കും അപ്പം നമുക്കറിയാം n-1ൻ്റെ വാല്യൂ എന്ത് വരണം ഓട് വരണം ഇവിടെ ഒരു ഓട് വരണം ഇവിടെ ഓട് വരണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കണം ഓട് തന്നെ ആവണ്ടേ അല്ല സോറി അങ്ങനല്ല നോക്കി ശ്രദ്ധിച്ചോണേ ഒരു ബൈനറി ട്രീയിൽ നമുക്കറിയാം റൂട്ട് നോഡിൻ്റെ ഡിഗ്രി എന്തായിരിക്കും 2 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ബാക്കി n-1 ഇൻ n വെർട്ടെക്സ് ബൈനറി ട്രീ റിമൈനിങ് n-1 വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും ഓടായിരിക്കും നമുക്കറിയാം ഒരു ഗ്രാഫിൽ ഓട് വെർട്ടിസസുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും ദ നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടെക്സിൻ്റെ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ n-1 ഈസ് ഈക്വൽ ടു ഓഡ് ഡിഗ്രിയുടെ വെർട്ടെക്സുകളുടെ എണ്ണം എന്തായിരിക്കും ഈവൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഈവൻ നമ്പർ വരണം എന്ന് വെച്ചാൽ 2 ഫോർ എക്സാമ്പിൾ 2 എന്ന് എഴുതിയോ ഇവിടെ 1 അങ്ങനെ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം ഇവിടെ ഒരു ഈവൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 2-1 1 എന്നല്ലേ വരത്തുള്ളൂ ഇവിടെ ഒരു ഓഡ് വാല്യൂ വന്നാലല്ലേ 3-1 നമുക്ക് 2 എന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ ഈ എന്നിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം ഓടായിരിക്കണം അങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യും ഇതെല്ലാം ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു ബൈനറി ട്രീയിൽ റൂട്ട് ഡിഗ്രിയുടെ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും 2 ആണ് അപ്പോൾ എന്നിൽ ബാക്കി n- വെർട്ടെക്സിൻ്റെ ഡിഗ്രിയും 1 നിങ്ങൾക്കറിയാം ബൈനറി ട്രീയിൽ റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി മാത്രമേ ഉള്ളൂ 2 ബാക്കി പെൻഡൻറ്റ് വെർട്ടെക്സ് ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താണ് 1ഉം 3ഉം ദറ്റ് ഈസ് ഓടാണ് അതുകൊണ്ടാണ് ആദ്യം ഈ സെൻറ്റൻസ് ഇങ്ങനെ എഴുതിയേക്കുന്നത് ബാക്കി n-1ഉം എന്തായിരിക്കും ഓടായിരിക്കും നമുക്കറിയാം ഓഡ് ഡിഗ്രിയുള്ള വെർട്ടെക്സുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും ഈവൻ ആയിരിക്കും ഇവിടെ ഈവനും ഇവിടെ 1ഉം വന്നാൽ ഇവിടെ എന്ത് വന്നാലേ പറ്റത്തുള്ളൂ ഓട് വന്നാലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു ബൈനറി ട്രീയിൽ എപ്പോഴും വെർട്ടെക്സുകളുടെ എണ്ണം എന്തായിരിക്കും ഓടായിരിക്കും ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ് നമ്മൾ പല പ്രോബ്ലം ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കണം ബൈനറി ട്രീയിൽ വെർട്ടെക്സുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും ഓടായിരിക്കണം ഇനി ബൈനറി ട്രീ ദ നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടിസസ് ഈസ് n+1/2 ഒരു n വെർട്ടെക്സ് ഉള്ള ഒരു ബൈനറി ട്രീയിൽ പെൻഡൻറ്റ് വെർട്ടെക്സുകളുടെ എണ്ണം എപ്പോഴും n+1/2 ആയിരിക്കും അതായത് 5 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ എണ്ണം എത്രയായിരിക്കും 5+1 6/2 3 ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങളൊരു ബൈനറി ട്രീ വരയ്ക്കാൻ പറയുമ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കിയാൽ മതി നിങ്ങളൊരു ബൈനറി ട്രീ എല്ലാം വരച്ച് വെച്ചിട്ട് അവസാനം വെർട്ടെക്സിൻ്റെ എണ്ണം എടുക്കുമ്പം നിങ്ങൾക്ക് ഈവൻ കിട്ടി അപ്പോഴേ അറിയാൻ തെറ്റാണ് ഒരു ബൈനറി ട്രീ എല്ലാം വരച്ച് വെച്ചിട്ട് പെൻഡൻറ്റ് വെർട്ടെക്സ് നോക്കുമ്പോൾ n+1/2 കിട്ടിയില്ലെങ്കിൽ അർത്ഥം വരച്ചത് തെറ്റാണെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു ബൈനറി ട്രീ n വെർട്ടെക്സ് ഉള്ള ഒരു ബൈനറി ട്രീയിലെ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ എണ്ണം എപ്പോഴും n+1/2 ആയിരിക്കും നമുക്ക് എങ്ങനെ നോക്കാം നിങ്ങൾക്കറിയാം ഒരു ശ്രദ്ധിച്ചിരുന്നോണേ ഇത് ഒരു ബൈനറി ട്രീയിൽ എത്ര റൂട്ട് വെർട്ടെക്സ് ഉണ്ട് ഒരു റൂട്ട് വെർട്ടെക്സ് ഉണ്ട് അതിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും 2 ആയിരിക്കും
ഇത് മനസ്സിലായല്ലോ, അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഇൻ എ ബൈനറി ട്രീ ദ നമ്പർ ഓഫ് റൂട്ട് വെർട്ടെക്സ് ഈസ് 1 ആൻഡ് ദ ഡിഗ്രി ഓഫ് റൂട്ട് വെർട്ടെക്സ് ഈസ് 2. ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ബൈനറി ട്രീയിൽ ഒരു റൂട്ട് വെർട്ടെക്സ് കാണും, അതിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. ഓക്കെ, എത്ര പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ്? ലെറ്റ് പി ബി ദ നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടെക്സ്. പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? പി ബി ദ നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടെക്സ്. അത് മാറി മാറി വരും, അതുകൊണ്ട് നമ്മൾ പി എടുക്കുന്നത്. ലെറ്റ് പി ബി ദ നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടെക്സ് ആൻഡ് ഇസ് ഡിഗ്രി ഈസ് 1. പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും? 1 ഡിഗ്രി ഉള്ള വെർട്ടെക്സാണ് നമ്മൾ പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞത്. പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി നമുക്ക് 1 എടുക്കാം. ലെറ്റ് പി ബി ദ ഡിനോട്ട് ദ നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടെക്സ് ആൻഡ് ഡിഗ്രി ഓഫ് ഈച്ച് പെൻഡൻറ്റ് വെർട്ടെക്സ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ ഇനി റൂട്ട് വെർട്ടെക്സ് നമ്മളെടുത്തു, പി പെൻഡൻറ്റ് വെർട്ടെക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി എത്ര വെർട്ടെക്സ് ആണ്? മൊത്തം എത്ര വെർട്ടെക്സ് ആണുള്ളത്? n വെർട്ടെക്സ് ആണുള്ളത്. ഇനി അപ്പോൾ എത്ര കാണും? n മൈനസ് പി മൈനസ് 1. അതായത് n വെർട്ടെക്സ് ഉണ്ട്, അതിൽ പി എണ്ണം പെൻഡൻ്റായി അല്ലേ? അപ്പം എന്താണ് പിന്നെ? അപ്പം മൊത്തം ഒരെണ്ണം കുറഞ്ഞു. അപ്പോൾ n മൈനസ് പി മൈനസ് 1 ആയിരിക്കും നമ്പർ ഓഫ് ഇൻറ്റേർണൽ വെർട്ടീസസ്. അതിൻ്റെ ഡിഗ്രി എന്താണ്? ഒരു ബൈനറി ട്രീയിൽ റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി 2, പെൻഡൻറ്റ് ഡിഗ്രി വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1, ഇൻറ്റേർണൽ വെർട്ടീസിൻ്റെ ഡിഗ്രി എത്രയാണ്? 3. ആ ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണ് നമുക്ക് n മൈനസ് പി മൈനസ് 1 എന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എത്ര വരും? 3 വരും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കി. ഇനി ബൈനറി ട്രീ നമ്പർ ഓഫ് എഡ്ജസ് എത്ര ആയിരിക്കും? n മൈനസ് 1. നമ്മൾ പഠിച്ചു എത്ര നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. n മൈനസ് 1 എഡ്ജസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആണ്ടേ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതാണ്ടേ ഈ ഗ്രാഫിലെ ഇവിടെ ഈ ഗ്രാഫിൽ n = 11 ആണ്. അതായത് n വെർട്ടെക്സസ് ഉണ്ട്, 11 വെർട്ടെക്സ് ഉണ്ട്. എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 കണ്ടോ? അപ്പോൾ എപ്പോഴും n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ബൈനറി ട്രീയിൽ എത്ര എഡ്ജസ് കാണും? n മൈനസ് 1 എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം 2 ഡിഗ്രി ഉള്ള ഒരു റൂട്ട് വെർട്ടെക്സ്, 1 റൂട്ട് വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2 പ്ലസ് എത്ര പെൻഡൻറ്റ് വെർട്ടെക്സ് ഉണ്ട്? എത്ര പെൻഡൻറ്റ്? ഒരു ഡിഗ്രി ഉള്ള 2 ഡിഗ്രി ഉള്ള ഒരു റൂട്ട് വെർട്ടെക്സ് പ്ലസ് 1 ഡിഗ്രി ഉള്ള ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് പ്ലസ് 3 ഡിഗ്രി ഉള്ള n മൈനസ് പി മൈനസ് 1 ഈസ് ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? ബൈനറി n മൈനസ് 1. അതിൻ്റെ ഡിഗ്രി എത്രയാണ്? ഓരോ എഡ്ജിൻ്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ 2 × n മൈനസ് 1. ഇതിനകത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി n+1/2 എന്ന് കിട്ടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസിനായാലും യൂണിവേഴ്സിറ്റിക്കായാലും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം. ലെറ്റ് റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി നമുക്കറിയാം എത്ര? ഒരു റൂട്ട് വെർട്ടെക്സ് ആണ് ബൈനറി ട്രീയിലുള്ളത്, അതിൻ്റെ ഡിഗ്രി 2 ആണ്. അതാണ് ഈ 2 × 1 എന്ന് എഴുതിയിരിക്കുന്നത്. 2 ഡിഗ്രി ഉള്ള ഒരു റൂട്ട് വെർട്ടെക്സ് ബൈനറി ട്രീയിൽ എന്താണ്? 2 ഡിഗ്രി ഉള്ള ഒരു റൂട്ട് വെർട്ടെക്സ് ആയിരിക്കും കാണുക. അതാണ് ഈ 2 × 1 കൊണ്ട് ഈ 2 × 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു റൂട്ട് വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. ഓക്കെ, ദെൻ 1 × p എന്ന് വെച്ചാൽ 1 ഡിഗ്രി ഉള്ള പി പെൻഡൻറ്റ് വെർട്ടെക്സ്. ഇനി n മൈനസ് പി മൈനസ് 1 വെച്ചാൽ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ എണ്ണമാണ് n മൈനസ് പി മൈനസ് 1. അതിൻ്റെ ഡിഗ്രി 3 എന്ന് നമുക്കറിയാം. ഇനി n മൈനസ് 1 ഇവിടെ എന്താണ് ഈ n മൈനസ് 1 വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈനറി ട്രീയിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ n മൈനസ് 1 ആയിരിക്കും. ഓരോ എഡ്ജിൻ്റെയും ഡിഗ്രി എത്രയാണ്? 2. ഒരു എഡ്ജിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കത്തില്ലേ? ഈ എഡ്ജിന് ഇതും എടുക്കുക. അപ്പം ഒരു എഡ്ജിൻ്റെ ഡിഗ്രി 2 ആണ്. 2 × n മൈനസ് 1. അതൊരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ എണ്ണത്തിൽ കിട്ടും n+1/2 എന്ന് കിട്ടും. ഇത് കാണാൻ പഠിച്ച് വെച്ചാൽ മതി. മാക്സിമം ഹൈറ്റും മിനിമം ഹൈറ്റും ഇക്വേഷനാണ്, അത് കാണാൻ പഠിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് സമ്മപ്പാണ്. ബൈനറി ട്രീസ് ആർ ഓൾസോ റൂട്ടഡ് ട്രീ. റൂട്ട് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും 2 ആയിരിക്കും. ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 3. പിന്നെ പെൻഡൻറ്റ് വെർട്ടെക്സ് ആണെങ്കിൽ ഡിഗ്രി 1. ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടെക്സുകളുടെ എണ്ണം, ഒരു ബൈനറി ട്രീയിൽ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസിൻ്റെ എണ്ണം എപ്പോഴും ഓഡായിരിക്കും. പിന്നെ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ എണ്ണം n മൈനസ് പി മൈനസ് 1 ആയിരിക്കും. പെൻഡൻറ്റ് വെർട്ടെക്സ് n+1/2 ആയിരിക്കും. മാക്സിമം നമ്പർ ഓഫ് വെർട്ടീസ് 2k ആണ്. മാക്സിമം ഹൈറ്റും മിനിമം ഹൈറ്റും പഠിച്ചു. പാത്ത് ലെങ്ത് എന്ന് വെച്ചാൽ ഓരോ പെൻഡൻറ്റ് വെർട്ടെക്സും റൂട്ടോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. വെയ്റ്റഡ് പാത്ത് എന്ന് പറയുമ്പോൾ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ വെയ്റ്റ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോരോ എക്സാമ്പിളിലൂടെ നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.